ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോ കൈൻമാസ്റ്ററിലെ ഫുള്ള് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ആയിരുന്നു. അത് ഒരു 39 മിനിറ്റോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത കാരണത്താൽ ഫസ്റ്റ് പാർട്ട് അതായിരുന്നു. സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ അതിൻ്റെ ബാക്കി നാളെ തേർഡ് പാർട്ടും വരുന്നതാണ്. അപ്പോൾ ഏകദേശം ഇത്ര 3 പാർട്ടായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞതിൽ നമ്മൾ പിക്ചേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി വീഡിയോസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ കാണുക. പിക്ചർ കിട്ടുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കാവുന്നതാണ്, ഫോൾഡർ പോലെ ആക്കാവുന്നതാണ്. ഇനി നമുക്കൊരു വീഡിയോ നോക്കാം. വീഡിയോ പ്ലേ ചെയ്യാൻ സാധ്യത കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സ്പോർട്ടിങ് വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് കൈൻമാസ്റ്ററിനെ കുറിച്ചൊരു വീഡിയോ തന്നെയാണ്, ഉടൻ തന്നെ വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത്, അപ്പോൾ ഇതിങ്ങനെ കുറേ ഉണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ നീക്കുമ്പോൾ ഫസ്റ്റിന്ന്. അപ്പോൾ ജസ്റ്റ് തൊട്ടതിന് ശേഷം നമ്മളുടെ സാധാ ഒരു രീതിയിലേക്ക് എത്തും. നമുക്ക് ഇതിങ്ങനെ കുറക്കാം. 2 ഡബിൾ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ ഈ സാധനം ഇങ്ങനെ കുറയും. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ സിമ്പിളായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു, ആകെ ചർച്ചയൊക്കെയാണ്. കാരണം 3-ാം വട്ടം 4-ാം വട്ടമാണ് ഈ ടേക്ക് എടുക്കുന്നത്. കാരണം നമ്മളുടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ എടുത്തിട്ട് ആദ്യം തന്നെ ഈ സൂം ഔട്ടും സൂമിങ് ഒക്കെയാണ്. സൂമിങ് എടുത്തു, ബാക്ക് ആകെ താളം തെറ്റി. വലത്തോട്ട് മുറിച്ചു, നടുമുറിച്ചു, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ ആകെ താളം തെറ്റിയെന്ന് പറയാൻ കാരണം സൂം ഔട്ട് സൂമിങ് ഒക്കെ പറഞ്ഞു. ഈ 2ാമത്തെ ഓപ്ഷൻ ഞാൻ എടുക്കുന്നില്ല. എടുത്തിട്ട് വീഡിയോ കട്ടായി പോവുകയാണ്. അതുകൊണ്ടാണ്. അതിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ ഇതിലിങ്ങനെ ചെറുതിൽ നിന്നിങ്ങനെ വലുതായി ഇങ്ങനെ വരുന്നൊരു ഓപ്ഷനാണ്. ഒരു ആനിമേഷൻ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ വലിയതിൽ എടുത്തത് ചെറുതാക്കിയിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് അതിൽ ലഭിക്കുക. ഞാൻ എടുത്താൽ ഈ വീഡിയോ കട്ടായി പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുക. അല്ല, ആവാനിട്ടും അല്ല. പിന്നെ സൗണ്ട് നമുക്ക് ഓവറാക്കും ചെയ്യാം, ലോ ആക്കും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ വെക്കാം. പിന്നെ നമുക്ക് പിച്ച് കൂട്ടും വർക്കൊക്കെ ചെയ്യാം കേട്ടോ. പിച്ച് കൂട്ടും വർക്കൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ആനിമേഷനും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഉള്ളത് ഈ വീഡിയോ സ്പീഡാക്കണ അതൊക്കെയാണ്. നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് സ്പീഡാക്കാം. അതുപോലെ തന്നെ ആദ്യത്തെ ഈ ഫസ്റ്റത്തെ കൈൻമാസ്റ്റർ പറയുമ്പോൾ സ്പീഡാക്കുന്നത് വളരെ ലോ ഒരു കാര്യം തന്നെ ഞാൻ പറയും. സ്ലോ ആക്കുന്നതിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് 2 നല്ല മെച്ചത്തിൽ കിട്ടുന്നൊരു സിസ്റ്റത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ശ്രമിക്കാം. പിന്നെ റൊട്ടേഷനാണ്, റിസേവ്, അതായത് നമ്മൾ വീഡിയോ ബാക്കിൽ നിന്ന് മുമ്പോട്ട് വെക്കുന്ന ആ ഒരു രീതി, റിവേഴ്സിങ്. അപ്പോൾ ഈ ചില സിനിമ ഷോട്ട് ഒക്കെ കാണാം. പിന്നെ റൊട്ടേഷനും മിററിങ് ഒക്കെയാണ്. റൊട്ടേഷൻ, മിററിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളുടെ ഫിൽറ്റർ, ഇതൊക്കെ നിങ്ങൾ നോക്കുക. എപ്പോഴാണ് വീഡിയോ കട്ടാവുമെന്ന് അറിയില്ല. കാരണം ഇതന്നെ 4-5 വട്ടം ആക്കുന്നത്. അപ്പോൾ സൗണ്ടിനൊക്കെ ഒരു കുറവുണ്ടാകും. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്, ബ്രൈറ്റ്നസ് കൂട്ടാം, ആ ബ്രൈറ്റ്നസ് തന്നെ ഷാർപ്പാക്കി ഇതാക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങളാണ്. ഇത് ആനിമേഷൻ സ്റ്റൈലിൽ ലൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫിൽറ്റേഴ്സിൽ തന്നെ
അത് ബേസിക്സിൽ തന്നെ കുറേ വരുന്നുണ്ട്. പല രീതിയിൽ നമുക്കിവിടെ അഡ്ജസ്റ്റൊക്കെ ചെയ്യാം. പല രീതിയിൽ വരുന്നുണ്ട്. ഇവിടെ കുറേ ഉണ്ട്. അതേ ഇതിൽ തന്നെ കുറേ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടെ ബാക്കൊക്കെ അടിഞ്ഞു പോകുന്നുണ്ട്. ഭയങ്കര ലാഗായൊരു ഫോണിൽ നിന്നൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യുക മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അഡ്ജസ്റ്റ് നമ്മൾ പറഞ്ഞു. പിന്നെ നമുക്ക് ഈ ഓരോ സൗണ്ട്സ് കൊടുക്കാനാണ്. വോയിസ്, അതുപോലെ റോബോട്ടിൻ്റെ സൗണ്ട്, റോക്ക്, അതുപോലെ പോപ്പ് സൗണ്ട്, ജാസ് സൗണ്ട്, ഹിപ്പ് ഹോപ്പ് സൗണ്ട്, ബസ് ബൂസ്റ്റർ, AM റെക്കോർഡ്, അങ്ങനെ ഓരോന്ന്. അപ്പോൾ റെക്കോർഡ് ഓണാക്കിയതിന് ശേഷം റെക്കോർഡ് ഓണാക്കുമ്പോൾ പ്രശ്നമില്ലാതെ തോന്നുന്നു. റെക്കോർഡ് ഓണാക്കിയപ്പോൾ തന്നെ വീഡിയോ കട്ടായി പോയി. അപ്പോൾ നമ്മൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഇട്ട് കാണിക്കാനൊക്കെ പൂതിയുണ്ട്. 4-5 വട്ടോ നമ്മളത് കട്ടായി പോകുന്നുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് കാണിക്കുന്നില്ല. പിന്നെ പറയുമ്പോൾ ഇത് നമ്മൾ എങ്ങനെ പറയാം, ഈ വോയിസ് നമ്മളിപ്പോൾ ഒരു വീഡിയോക്ക് വോയിസ് കൊടുക്കുകയാണെങ്കിൽ ഇത്ര വരെ ആ വോയിസ് മതി എന്നുണ്ടെങ്കിൽ ഇവിടെ കുറക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് കൊടുത്തിട്ട് ഇതും കുറക്കുക. അപ്പോൾ നമുക്ക് ഈ താന്ന ഭാഗം വോയിസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും ഭാഗം വോയിസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആണെങ്കിൽ ഇവിടെയും കുറക്കാം. അതുപോലെ തന്നെ ഇതൊക്കെ ഹൈടെക് എഡിറ്റിംഗ് ആണ്, ഞാൻ പറയാം കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഇതിപ്പോൾ നമുക്ക് വീഡിയോയും ചെയ്യാം, അതുപോലെ ഓഡിയോയും ചെയ്യാം. ഓക്കെ, അതിലേക്ക് കിടക്കാം. അപ്പോൾ അത് അങ്ങനെ ഒന്ന്. പിന്നെ ഇത് എന്താന്ന് കാണിക്കണമെങ്കിൽ ഇട്ട് കാണിക്കേണ്ടി വരും. ഇത് സൗണ്ട്സിൻ്റെ ഒരു തന്നെയാണ് തോന്നുന്നു. ഇത് പുതിയൊരു ഇതിലാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. ഇതും അതുപോലെ തന്നെ ഓരോ പിച്ച്, റോബോട്ട്, വുമൺ, മാൻ, കിഡ്, അങ്ങനെ ഓരോ സൗണ്ട്സാണ്. ഇതിൽ പല സൗണ്ട്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡ് ഷേഡോ ഉണ്ടോ. അപ്പോൾ ഒരു സിനിമാറ്റിക് ലുക്ക്, അപ്പോൾ ഇതിനുണ്ടാവില്ല. ഒരു സിനിമാറ്റിക് ഒരു പ്രോഗ്രാം ആണെങ്കിൽ അതിന് കിട്ടും. അതാണ് സൈഡ് ഷേഡോ എന്ന് ഉദ്ദേശിച്ചത്. പിന്നെ ഈ ലാസ്റ്റ് ഒരു കാര്യം, ഇത് നമ്മളെ ഈ വീഡിയോയുടെ ഓഡിയോ നമുക്ക് വേർതിരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ ഓഡിയോ നമുക്ക് വേർതിരിച്ച് കിട്ടി. ഇവിടെ വീഡിയോൻ്റെ ഓഡിയോ ഇല്ല എന്നും കാണിക്കുന്നുണ്ട് കണ്ടോ. അവിടെ ഓഡിയോ പോകുന്നതും വരുന്നതും കണ്ടോളൂ. അവിടെ ഓഡിയോൻ്റെ മാർക്കൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇല്ല, അങ്ങനെ ഓരോന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോൻ്റെ ഓഡിയോൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓഡിയോ ഇനി ഇതിൻ്റെ ചുറ്റുപാട് നമുക്ക് നോക്കാം. ഇതിൻ്റെ ചുറ്റുപാട് ആദ്യം നമുക്ക് ഓരോത് പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഇനി സെക്കൻഡായിട്ട് ഓഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊന്ന് സെലക്ട് ചെയ്തിട്ട് വെക്കുക. ഞാനിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഇട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഇനി ഓഡിയോസിലുള്ളത് നമ്മൾ ആ സൗണ്ട്, അതുപോലെ തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കാര്യങ്ങൾ, പിച്ച്, അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ 0-ലാക്കാം. ആ വീഡിയോസിൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഈ സൗണ്ട്സിൽ വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ സൗണ്ട്സിലുള്ളത്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ
നമുക്ക് സൗണ്ട് മാറാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിലാണ് നമുക്ക് ആവശ്യം വരിക ഈ സൗണ്ട്സ് അഡ്ജസ്റ്റ് ചെയ്യണ. നമുക്ക് എന്താ ഇവിടെ വേണമെങ്കിൽ താത്ത വലുതാക്കുക ആ ഒരു ഓപ്ഷൻ. ഇത് വലിയ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ സ്റ്റുഡിയോ സെറ്റപ്പൊക്കെയാണ് തോന്നുന്നു. അതുപോലെ തന്നെ ഇത് ഞാൻ പുതിയതെന്ന് പറഞ്ഞു. ഇതും സൗണ്ട്സിൻ്റെ ഒരു തന്നെയാണ്. ഇത് നമുക്ക് ഫേവറേറ്റ് ആയിട്ട് വെക്കാനുള്ളതാണ്. എന്താ ഫേവറേറ്റ് ആയിട്ട് വെക്കണത്? ഇത് ഇതുവരെ നടന്നത് ഒറ്റയടിക്ക് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്ത് കിട്ടാനാണ്. പിന്നെ ഇത് നോക്കിയാൽ വേറെ ഉപകാരം എന്ന് പറയുമ്പോൾ ഈ ഓഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. ഈ ഓഡിയോ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ ഇതൊന്ന് പ്രസ് ചെയ്താൽ മതി. ഈ വീഡിയോ എത്രയുണ്ടോ അതുവരെ നമുക്ക് ഈ ഓഡിയോ ലഭിക്കുന്നതാണ്. കണ്ടോ, സ്റ്റോപ്പായി. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ അത് ഒഴിവാക്കും ചെയ്യാം. കണ്ടോ, ഇവിടെ വരെ ഉള്ളൂ. പിന്നെ നമുക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇനി ബാക്ക് അടിച്ചിട്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സ്ട്രാ ഓഡ് ചെയ്യാം. അതായത് ഡബ്ബിങ് കാര്യങ്ങൾ എക്സ്ട്രാ ഓഡിയോ ആഡ് ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ വോയിസ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞെക്കിയതിന് ശേഷം ഇവിടെ സ്റ്റാർട്ട് എന്നുണ്ടാവും. ആ സ്റ്റാർട്ടിൽ നമുക്ക് ഇവിടെ പറയുന്നതൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോ ഡയഗ്രായിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അത് സ്റ്റാർട്ട് നിൽക്കിയതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടെങ്കിൽ സ്റ്റോപ്പ് നിൽക്കുക. അപ്പോൾ അതിലും ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് വീഡിയോ സൗണ്ട്സ്, അതുപോലെ തന്നെ സൗണ്ട് മാറ്റാനുള്ളത്, അങ്ങനെ കുറേ ഓപ്ഷൻസ് അതിലും ലഭിക്കും. അത് ഇട്ടാൽ ചിലപ്പോൾ കട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ലേയേഴ്സാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത മൂന്നാമത്തെ പാർട്ടായിട്ട് വേറെ ഒരു വീഡിയോയും കൂടി വരുന്നുണ്ട്. പിന്നെ വാട്ടർ മാർക്കിൻ്റെ വേറെ വീഡിയോസും വരുന്നുണ്ട്. അപ്പോൾ കുറേ വീഡിയോസ് ഇനി വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഫസ്റ്റത്തെ പാർട്ടൊന്ന് കാണുക, എന്നിട്ട് ഇനി വരുന്ന പാർട്ടും കാണുക. അപ്പോൾ ഈ 3 പാർട്ടും അടുപ്പിച്ച് കണ്ട കൈൻമാസ്റ്റർ എന്നൊരു ആപ്ലിക്കേഷനിലെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഇത് 39 മിനിറ്റോളം ഉള്ളൊരു വീഡിയോ ആയിരുന്നു. എക്സ്പോർട്ട് ചെയ്യാത്ത കാരണത്താലാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ഇനി നാളത്തെ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഗുഡ് ബൈ.